സൂര്യ ഡ്രീംസിൻ്റെ ഇന്നത്തെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇതാ നമ്മൾ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇതാ കുറച്ചൊന്ന് വീഡിയോ എടുത്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിന്ന് പണിക്കാരുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എന്താ വെച്ചാൽ പടവാണ് കേട്ടോ. പടവ് ഇതാ തുടങ്ങിയിട്ടുണ്ട്. പടവാര് തിങ്കളാഴ്ച വരാമെന്ന് പറഞ്ഞതേന്നു കേട്ടോ. അപ്പോൾ നമ്മൾ തിങ്കളാഴ്ച ആകാംക്ഷയോടെ കാത്തുനിന്നു, സന്തോഷത്തോടെ കാത്തിരുന്നു. പണിക്കാർ വരില്ലേന്ന്. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതെന്താ സംഗതി എന്ന് ചോദിച്ചാൽ, ഇത് മക്കൾ പറിച്ചുകൊണ്ടുവന്നൊരു ചെറിയൊരു കായാണ് കേട്ടോ. ഒരു വിത്ത് എന്താ വെച്ചാൽ ഇട്ടാപ്പുട്ടിന്ന് എന്തൊക്കെയാണ് ഇതിൻ്റെ പേര് പറഞ്ഞേന്ന് കുട്ടികൾ. ഇതാ വെള്ളത്തിൽ നിന്ന് ഭയങ്കര ഒച്ചം വിളിയൊക്കെ ആണ് കേട്ടോ. പൊട്ടിത്തെറിക്കണം, കടുക് എണ്ണയിലിട്ട മാതിരി കഴിക്കണം. മാറ്റി വയ്ക്കാം. വിഷ്ണുവൊക്കെ ഇതാ ആകാംക്ഷയോടെ അത് പൊട്ടണ നോക്കിയിരിക്കുന്നു കേട്ടോ. ഞാനും അതേപോലെ അതിൻ്റെ ഒച്ച കേൾക്കാൻ നല്ല രസമായപ്പോൾ അത് കേട്ടിരിക്കുന്നു. അങ്ങനെ ഇതാ രാവിലത്തെ വിശേഷം മുതൽ ഇങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾ വിചാരിക്കുക എന്താ ഇപ്പോൾ കയ്യിൽ 2 പാൽക്കുപ്പിയില്ലേ, ഒന്നിലെന്നെ വാങ്ങിക്കൂടെ എന്ന് കരുതണോലും ഉണ്ടാവും കേട്ടോ. അപ്പം അത് വേറെ ഒന്നുമല്ല, നാത്തൂനും കുട്ടികളും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അച്ഛൻ്റെ പരിപാടി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഓല് പോയിട്ടില്ലേന്നു. പിന്നെ വെള്ളിയാഴ്ചയായിരുന്നല്ലോ പരിപാടി, വെള്ളി ശനി ഞായറൊക്കെ അവധിയല്ലേന്നു. അങ്ങനെ ഓല് 2 ദിവസം കഴിഞ്ഞിട്ട് പോവാമെന്ന് വിചാരിച്ചു. അങ്ങനെ 2 ദിവസം ഇവിടെ നിന്നേന്നു കേട്ടോ. പിന്നെ പറഞ്ഞാൽ ഇതാ ഞാൻ രാവിലെ ചായക്ക് കടി ഉണ്ടാക്കണത് ഗോതമ്പ് ഉപ്പുമാവ് ഉണ്ടല്ലോ, ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കണത്. പിന്നെ പറഞ്ഞാൽ പാല് കാച്ചാണ്ട് ചോറ് വെക്കാണ്ട് അങ്ങനെ എന്തായാലും ഇതാ സ്കൂളുള്ള ദിവസമാണ്, തിങ്കളാഴ്ചയാണ് കേട്ടോ. അപ്പോൾ തിങ്കളാഴ്ച ദിവസം പണിക്കാർ വരാമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ്. കാരണം തറപ്പണിയൊക്കെ ഒന്ന് കഴിഞ്ഞ് വേഗം ഒന്ന് വാർപ്പ് കഴിഞ്ഞിട്ടാൽ മതിയെന്നു ഇങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പണിക്കാരിന്ന് വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ തന്നെ സന്തോഷമായി. അങ്ങനെ ഇതാ പണിക്കാർ ഒരു 8 മണി 8:30 ആയിട്ട് പിന്നെ പണിക്കാരെ കാണാനില്ല. ഞാൻ കുറേ കാത്തുനിന്നു കേട്ടോ. അതുകൊണ്ട് പുതിയ വീട്ടിലത്തെ വാതിലൊക്കെ പോയി തുറന്നിട്ട് കേട്ടോ. അത് ലോക്കാക്കി വെക്കലാണ്. അതൊക്കെ തുറന്നിട്ട് പണിക്കാർ വരികയാണെങ്കിൽ ഇനിയിപ്പോൾ വെയിൽ ഓൽക്കൊന്ന് വിശ്രമിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ അകത്ത് കയറി വിശ്രമിച്ചോട്ടെ എന്ന് വിചാരിച്ചാണ്ടൊക്കെ വാതിലൊക്കെ തുറന്നിട്ട് കേട്ടോ. പക്ഷേ 8:30 കഴിഞ്ഞപ്പോൾ പണിക്കാരെ കാണാനില്ല. അതിൽ ഞാൻ വിഷ്ണുവിൻ്റെ അച്ഛനെ വിളിച്ച് പറഞ്ഞു, പണിക്കാരെത്തിയിട്ടില്ല എന്താവലേ എന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു. പിന്നെ ചൊവ്വാഴ്ച ദിവസം അതും അങ്ങനെ കഴിഞ്ഞു. അന്നും പണിക്കാരെത്തിയിട്ടില്ല. പിന്നെ ഇന്നിതാ പണിക്കാർ വന്ന ദിവസമാണ്. ഇന്നിപ്പോൾ ബുധനാഴ്ച അല്ലേ. അങ്ങനെ പണിക്കാരൊക്കെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ സന്തോഷമായിട്ട്, പണിക്കാർ വരുന്നുണ്ടോ ഇല്ലേ വന്നാൽ മതിയെന്നുള്ളൊരു ചിന്തയായിരുന്നു. അങ്ങനെ പടവ് ഇതാ പകുതി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നാളെ ഉണ്ടാകും വിചാരിക്കണ്. പിന്നെ ഇതാ ഞാൻ പാല് കാച്ചാണ്. അപ്പോൾ പാല് കാച്ചണമെന്ന് വെച്ചാൽ നാത്തൂന് അവിടെ ഒരു കുപ്പി പാല് വാങ്ങലുണ്ട്, ഞങ്ങൾ ഇവിടെ വാങ്ങലുണ്ട് കേട്ടോ. അങ്ങനെ നാത്തൂനും കുട്ടികളും ഇവിടെ വന്നാൽ പിന്നെ 2 കുപ്പിയത്തെ പാലും തിളപ്പിച്ചാണ്ട് പിന്നെ അത് ഇങ്ങോട്ട് ചായപ്പൊടി പഞ്ചസാര ഇട്ട് അങ്ങനെ ഒന്നിച്ച് ചായ ആക്കും കേട്ടോ. അങ്ങനെ ഇതാ ചായ ആക്കാനുള്ള പരിപാടിയാണ്. പിന്നെ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ കേട്ടോ. അങ്ങനെ നമ്മൾ ഉപ്പുമാവൊക്കെ ആയിട്ടുണ്ട്. പാല് കാച്ചിട്ട് വേണം വെള്ളം അടുപ്പത്തിട്ട് ഇട്ട് ചോറ് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഇതാ വെള്ളമില്ല മക്കളെ. വെള്ളത്തിനുള്ള ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ കുടിക്കാനുള്ള വെള്ളം നമ്മൾ കിണറ്റിൽ നിന്ന് കൊണ്ടുവരും കേട്ടോ. പിന്നെ പറഞ്ഞാൽ മോട്ടർ കേടാണ് പറഞ്ഞു. ഇനിയിപ്പോൾ പുതിയ മോട്ടറൊക്കെ വാങ്ങിയിട്ട് വേണം പറഞ്ഞു. അങ്ങനെ വെള്ളമില്ല എന്ന് പറഞ്ഞുകൂടാ. പിന്നെ നമ്മൾ ഈ ജപ്പാൻ കുടിവെള്ളം ഉണ്ടല്ലോ, അതുകൊണ്ട് അലക്കാനും കുളിക്കാനും എന്ന് പറഞ്ഞ പോലെ നമ്മൾ അത്യാവശ്യ കാര്യങ്ങൾക്കുള്ള വെള്ളം ആ ഒരു കുടിവെള്ളത്തിൽ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. ആ ഒരു വെള്ളം ഇല്ലെങ്കിൽ എന്തായാലും നമ്മൾ ഒന്നില്ലെങ്കിൽ കിണറ്റിൽ നിന്ന് കോരുക, അല്ലെങ്കിൽ പുറത്ത് പോയി കൊണ്ടുവരിക. കിണറ്റിൽ നിന്ന് കോരുക പറഞ്ഞാൽ നമ്മളെ ഇവിടുത്തെ കിണർ പറഞ്ഞാൽ നല്ല താഴ്ചയുള്ള കിണറാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കോരി നമ്മളൊരു പരിവാകും. അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇതേപോലെ മോട്ടറിന് കേടായതുകൊണ്ട് നമ്മൾ വെള്ളം അടിച്ചതായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം പറഞ്ഞാൽ ആ ഒരു കുടിവെള്ളം ഉള്ളതുകൊണ്ട്, ജപ്പാൻ കുടിവെള്ളം ഉള്ളതുകൊണ്ട് വലിയൊരു ഉപകാരമായിക്കണ്. ഒരുപാട് ആൾക്കാർക്ക് ഉപകാരമായിട്ടുണ്ട് കേട്ടോ. വെള്ളം ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് അതിൽ നിന്ന് എടുക്കാമല്ലോ. അങ്ങനെ അമ്മ വിളിക്കുമ്പോൾ എന്നോട് ചോദിക്കലുണ്ട് വെള്ളം ഉണ്ടോ എന്ന്, വെള്ളം വന്നിട്ടില്ലേന്ന്. വെള്ളം വന്നിണെന്ന് കേൾക്കുമ്പോൾ അമ്മക്കും സന്തോഷമാണ് കേട്ടോ. അമ്മ എപ്പോഴും പറയും വെള്ളം ഏറ്റാണ്ട് നടുവേദന ഉണ്ടാക്കണ്ട അറിയും. പറഞ്ഞിട്ട് എന്താ, കൂട്ടം കുടുംബമല്ലേ, വെള്ളത്തിന് വെള്ളം തന്നെ വേണ്ടല്ലേ. അങ്ങനെ മക്കളെ പിന്നെ ഞാൻ ചോറിനുള്ള വെള്ളം അടുപ്പത്തിട്ടു, അരിയൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടതിന് ശേഷം ഇതാ ചോറ് വെന്തിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തുന്നത്. അതിൻ്റെ ഇടയിൽ ഇതാ മക്കളെ കുളിപ്പിക്കുക, മക്കൾക്ക് ചായ കൊടുക്കുക, അങ്ങനെ ഒരുപാട് പണികൾ ഞാൻ എടുക്കട്ടെ. ഞാൻ പറഞ്ഞില്ല വെള്ളമില്ല, കുടിക്കാനുള്ള ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ നമ്മൾ ഏറ്റി കൊണ്ടുവരണം. അങ്ങനെ ഒരുപാട് പണികൾ അതിൻ്റെ ഇടയിൽ കൂടെ എടുക്കുന്നുണ്ടോ. പിന്നെ ഞാൻ ഇന്നലെ വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു.
അപ്പം ഇന്നലെ എന്തോ പിന്നെ എനിക്ക് സമയം കിട്ടിയില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒരുപാട് തവണ അങ്ങനെ ഒന്നരാടോ അല്ലെങ്കിൽ ദിവസം വീഡിയോ ഇടാം അതൊക്കെ നിൽക്കുന്നുണ്ട്. എനിക്ക് ദിവസം വീഡിയോ ഇടണം എന്നൊക്കെയുള്ള വലിയ ആഗ്രഹമുണ്ട് കേട്ടോ. പക്ഷെ ഒന്നും നടക്കണില്ല. ഒന്നേറെ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഇതാക്കണ എൻ്റെ അടുക്കള പണിയൊക്കെ ഒരുവിധം ഇങ്ങോട്ട് കഴിഞ്ഞതിന് ശേഷം ഇതെന്താ വെച്ചാൽ വേസ്റ്റും കുഴി ഉണ്ടായിരുന്നല്ലോ ഇവിടെ. ഇതിങ്ങോട്ട് ആ ഇറ്റാച്ചി വന്ന അന്ന് ഇതത്തെ കല്ലൊക്കെ മാറ്റി ഈ കുഴി വൃത്തിയാക്കി ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് പടുത്ത് പൊന്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് മണ്ണ് ചാടിയിട്ടുണ്ട്. ആ മണ്ണൊക്കെ ഒന്ന് കോരിയിടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. മണ്ണ് കോരിയിട്ട് വൃത്തിയാക്കട്ടെ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞിരുന്നില്ലേ ഇന്ന് ബുധനാഴ്ച പണിക്കാരുണ്ടായിരുന്നു. തിങ്കളാഴ്ച എടുത്ത പരിപാടി കേട്ടോ. തിങ്കളും ചൊവ്വയൊക്കെ ഇതന്നെ പരിപാടി, ഇതൊക്കെ വൃത്തിയാക്കുക. പിന്നെ പറഞ്ഞാൽ ഞങ്ങൾക്ക് ടാങ്കിക്ക് വെള്ളം ആക്കണമെങ്കിൽ ഇവിടുത്തെ ഈ പൈപ്പിൽ നിന്ന് വെള്ളം വലിക്കണം കേട്ടോ. അപ്പോൾ ഓസ് ഇതിലിങ്ങോട്ട് വലിക്കുമ്പോൾ ആ ഒരു മണ്ണുണ്ടല്ലോ അവിടെ മണ്ണുള്ള ഇതൊക്കെ ആ കുഴിക്ക് ചാടും, ആ ചാലിക്കൊക്കെ മണ്ണ് ചാടും കേട്ടോ. അതുകൊണ്ട് പിന്നെ രണ്ടാം പണിയാണ് അത് കോരി എടുക്കുക എന്ന് പറഞ്ഞാൽ. അങ്ങനെ മക്കളെ പിന്നെ ഞാൻ പിറ്റേ ദിവസം അതായത് ബുധനാഴ്ച കേട്ടോ വീഡിയോ എടുക്കുന്നത്. നമ്മളെ പണിക്കാർ വന്ന് പണിയൊക്കെ എടുക്കുകയാണ്. അങ്ങനെ ഇനി ഒരു ദിവസത്തെ പണിയും കൂടെ ഉണ്ടാകും. അപ്പോൾ ഇതിപ്പോൾ ഫുള്ള് തീർക്കാനുള്ള പണി തന്നെ ഉള്ളേന്ന് ഇവിടെ കേട്ടോ. പക്ഷെ ആ വേസ്റ്റും കൂടി ഉള്ളതുകൊണ്ട് അത് ഫുള്ള് പടുത്ത് പൊന്തിക്കണമല്ലോ. അതുകൊണ്ടാണ് പണിക്കാരനെ പറഞ്ഞു ഒരു ലോഡ് കല്ല് അതിന് തന്നെ ചിലവായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കി കല്ല് ഇവിടെ ഇതും കൂടെ ഒന്ന് പടുത്ത് റെഡിയാക്കാൻ വേണ്ടിയിട്ടുണ്ട്. ആ ഒരു വേസ്റ്റും കുഴി അവിടെ ഇല്ലെങ്കിൽ ഇന്ന് തന്നെ പടവൊക്കെ തീർന്നേന്നു കേട്ടോ. എന്തായാലും ഇനി ബാക്കി കല്ലും കൂടെ ഉണ്ട് അവിടെ, അതും കൂടെ പണിയെടുക്കാണ്ട്. ഇനിയിപ്പോൾ നാളെ വരുമല്ലെന്ന് അറിയില്ല, വരട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. പിന്നെ ഞാൻ പണിക്കാർ പോയതിന് ശേഷം എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇങ്ങനെ ഒരു പടവ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഉണ്ടെന്ന് പറഞ്ഞില്ല. ഇനി ഒരു ദിവസത്തെ പണിക്കും കൂടെ ഉണ്ടാവും കേട്ടോ. പിന്നെ ആ വേസ്റ്റും കുഴി കണ്ടില്ല നിങ്ങൾ, ഇവിടെ അങ്ങോട്ട് പടുത്ത് ഉയർത്തി ഇനി ഇവിടെ അതിൻ്റെ കുറച്ച് മുൻഭാഗത്ത് ആയിട്ട് മണ്ണിട്ട് മൂടാനും കൂടെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ആ കുഴിയൊക്കെ സെറ്റായി കിട്ടി. ഞങ്ങൾ വേസ്റ്റും കുഴി എന്ന് പറഞ്ഞ് കുത്തിയതായിരുന്നു. ഇനി എന്തായാലും അതിനൊരു സ്ഥലം കാണണം, അല്ലെങ്കിൽ ശരിയാവില്ല. സൂര്യമോള് അംഗൻവാടി വിട്ടാണ്ട് നമ്മളെ വീട് പണി എന്തായി അമ്മ വീട് കാണട്ടെ എന്ന് പറഞ്ഞാണ്ട് ഓടിക്കൂടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഓളെ പിന്നാലെ ഞാനും വന്നിട്ടുണ്ട്. കാരണം കല്ലിങ്ങനെ ഇട്ടതല്ലേ, ഓൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഒരു പേടി. അപ്പോൾ ഞാനും കൂടെ വന്നതായിരുന്നു കേട്ടോ. കല്ലൊക്കെ പടുത്തതാ ഇങ്ങനെ ആക്കി തീർത്തപ്പോൾ സൂര്യമോൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് കേട്ടോ. ബാക്കി ഇനിയിപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് തീർത്ത് കൊടുക്കട്ടെ കേട്ടോ. എന്തായാലും മക്കളെ വിശേഷങ്ങളും വീഡിയോ എത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു നല്ല വിശേഷം വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ ബൈ.